ഇന്ന് ദൈവവചന ഭാഗം ഞാൻ തുടരുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച വേലയെക്കുറിച്ചാണ് ചില ആഴ്ചകളായി ഞാൻ സംസാരിച്ചു വരുന്നത്. പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തി, അവിടുന്ന് നിവർത്തിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഒടുവിൽ നമ്മൾ പറഞ്ഞു വന്നത് മനുഷ്യന്റെ വീണ്ടെടുപ്പ് നിവർത്തിച്ചു എന്ന കാര്യം. ആ വീണ്ടെടുപ്പ് എന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ വിവിധ വശങ്ങൾ ഇവയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇനി ഒരു നാളിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കും. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ മനുഷ്യനെ ദൈവം എന്ത് അനുഭവത്തിൽ അവസ്ഥയിൽ ഉണ്ടാക്കിയോ ശരീരത്തെ, ആ അവസ്ഥയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്, അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സംഭവം. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിലാണ് സംഭവിക്കുന്നത് എന്ന് നാം പറയുന്നത്. ഇന്ന് അതിനോട് ചേർന്നുള്ള പക്ഷെ അനന്തരമായ ഒരു കാര്യം, വീണ്ടെടുപ്പ് തന്നെ നിങ്ങളോട് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ച വേലയെ സംബന്ധിച്ചുള്ള ഒരു പാട്ടുണ്ട്. ഭാവിയിൽ ഒരു നാളിൽ സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന ഒരു വലിയ സംഭവമാണ്. സ്വർഗസ്ഥനായ പിതാവിന്റെ കയ്യിൽ അന്ന് ഒരു പ്രത്യേക ചടങ്ങിന് വേണ്ടിയാണ്, അത് വലിയൊരു ചടങ്ങാണ്. ആ ചടങ്ങിന് വേണ്ടി സിംഹാസനസ്ഥനായിരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ പക്കൽ ഒരു പുസ്തകം ഉണ്ടാവും. ആ പുസ്തകം വാങ്ങുവാനോ അത് മുദ്രയിട്ട് വെച്ചിരിക്കുക, 7 മുദ്ര കൊണ്ട്. ആ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യനാരോടു എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അന്ന് മുഴങ്ങും. അതിന് ഉത്തരം പറവാൻ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ആർക്കും സാധിക്കില്ല, ആരും ഉണ്ടാവില്ല. എല്ലാ വായും മൗനമാകും. അപ്പൊ അങ്ങനെ ആ ദർശനം കണ്ട യോഹന്നാൻ ഈ പശ്ചാത്തലത്തിൽ വളരെ കരഞ്ഞു. ദർശനം കണ്ടപ്പോ കരഞ്ഞു. അപ്പം കേട്ട ഒരു ശബ്ദമാണ് സ്വർഗത്തിൽ, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കോണം ജയം പ്രാപിച്ചു എന്നൊരു ശബ്ദം ഉണ്ടാവും. അപ്പൊ അത് കണ്ട ഉടനെ, അങ്ങനെ ശബ്ദം കേട്ട ഉടനെ ഞാൻ നോക്കി. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഒരു കുഞ്ഞാട് എന്ന് പറയുമ്പോ, കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു കണ്ടു എന്ന് പറയുമ്പോ നമ്മുടെ ഓർമ്മ കൊണ്ടുപോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിലേക്കാണ്. നമ്മൾ ഈ പാഠത്തിൽ തന്നെ പഠിച്ച ഒരു ഭാഗമാണ്. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ലോകത്തിൽ വന്നു. യേശു പൊതു ശുശ്രൂഷയ്ക്കായി രംഗത്ത് വരുന്ന ആദ്യ സമയം, സ്നാനമേൽക്കാനാണ് ആദ്യം വരുന്നത്. അപ്പൊ അങ്ങനെ യേശു പബ്ലിക്കിലേക്ക്, പൊതുലോകത്തിലേക്ക് വരുമ്പോ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ നിയമിക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ വാക്കാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് അറക്കപ്പെട്ടത് നമ്മുടെ ഈ പാഠത്തിൽ പഠിച്ചു. ആ പ്രായശ്ചിത്ത ബലി, ആ കുഞ്ഞാട് അറക്കപ്പെട്ടത് നിമിത്തം എന്ത് സംഭവിച്ചിരിക്കും? 7-ാം വാക്യം, അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി, പിതാവിന്റെ കയ്യിൽ. അങ്ങനെ പുസ്തകം വാങ്ങിയപ്പോ, 8-ാം വാക്യം, വാങ്ങിയപ്പോ
4 ജീവികളും 24 മൂപ്പന്മാരും. അവർ സ്വർഗജീവികളാണ്. ആ സമയത്ത് അവർ സ്വർഗത്തിലെ ആളുകളാണ്. ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഈ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ മുമ്പാകെ, അറക്കപ്പെട്ട കാലങ്ങൾക്ക് മുമ്പാണ്. അവിടുന്ന് ഉയർത്തപ്പെട്ട് സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. അവിടുത്തെ മുമ്പാകെ വീണു. എന്നിട്ടൊരു പാട്ട് പാടുക. പാടുന്ന പാട്ട് 9-ാം വാക്യം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നവരെ ദൈവത്തിനായി വിലക്കുക. ആ പാഠം നമ്മൾ പറഞ്ഞു. നമ്മുടെ ദൈവത്തിന് ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ദൈവസന്നിധിയിൽ അവർക്ക് പ്രവേശനം നൽകി. ദൈവത്തിന്റെ പ്രത്യേക ജനമായി ദൈവത്തിന്റെ മുമ്പാകെ നിൽപ്പാൻ പ്രാപ്തരായ വിശുദ്ധ ജനമാക്കി, പുരോഹിതന്മാരാക്കി അവരെത്തുന്നു. അടുത്ത ഭാഗം, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. We shall reign on the earth. അവരുടെ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമാണ്. അവർ ഭൂമിയിൽ വാഴും. യേശുക്രിസ്തു നിവർത്തിച്ച വേലയെക്കുറിച്ചുള്ള പാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, അത് വീണ്ടെടുപ്പാണ് നിവർത്തിച്ചത്. ആ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അതിലെ 3 ഭാഗമാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, തിന്മയിൽ നിന്ന്, പിശാചിന്റെ ആധിപത്യത്തിൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. 2, പാപമില്ലാത്ത ഒരു വിശുദ്ധ ജീവിതം ഞങ്ങൾക്ക് നൽകി. ദൈവത്തിന് മുമ്പാകെ രാജ്യമായി, പുരോഹിതന്മാരായി, ദൈവം ഞങ്ങളെ ഭരിക്കുന്നവരായി, ദൈവത്തിന് പുരോഹിതന്മാരായി ജീവിക്കാൻ ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. 3, ഭാവിയിൽ ഞങ്ങൾ ഭൂമിയിൽ വാഴും. യേശുവിന്റെ രക്തത്താൽ പാപം മോചിക്കപ്പെട്ടു കിട്ടി പൂർവകാലം. ഇപ്പോൾ ഞങ്ങൾ വിശുദ്ധ ജീവിതത്തിൽ നടത്തുന്നു വർത്തമാനകാലം. ഭാവിയിൽ ഞങ്ങൾ ഭൂമിയിൽ വാഴും. ഇത് വീണ്ടെടുപ്പിന്റെ പൂർണ്ണ അവസ്ഥയാണ്. ഇത് ഞാനതോട് പറയാൻ പോകുന്ന ഭാഗം ഈ ഒടുവിലത്തെ ഭാഗമാണ്. ഞങ്ങൾ ഭൂമിയിൽ വാഴും. മനുഷ്യനെ വാഴാനുള്ള അധികാരത്തിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവരും. അത് വീണ്ടെടുപ്പിന്റെ പൂർണ്ണമായ ഫൈനലായിട്ടുള്ള അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ അതിനെ വിശദീകരിക്കേണ്ടിയിരിക്കും. ആദ്യത്തെ മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം നമ്മളോട് പറയും. ഉൽപ്പത്തി 1:28. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കി, ആദമിനെ നിർമ്മിച്ച് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാണ് നമ്മൾ വായിക്കും. എന്താണ് അനുഗ്രഹം? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ്, നോക്കൂ, സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകി നിറഞ്ഞ് അതിനെ അടക്കി, ഭൂമിയെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. സാധാരണ മനുഷ്യനെ ഈ ഭൂമിയിൽ വാഴാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ അധികാരം കൊടുത്താണ് അവനെ ആക്കിയത്. എന്തിന്റെ മേൽ? ആകാശത്തിലെ സകല പർവ്വജാതിന്മേൽ,
സമുദ്രത്തിലെ മത്സ്യത്തിന്മേൽ സകല ഭൂചര ജന്തുവിന്റെ മേൽ. അപ്പൊ അങ്ങനെ സകല ചരാചരങ്ങളുടെ മേലും വാഴാനുള്ള അധികാരത്തോടെയാണ്, വാഴാൻ വേണ്ടിയാണ് അവനെ സൃഷ്ടിച്ചത്. പക്ഷെ പാപനിമിത്തം അത് മനുഷ്യൻ നഷ്ടപ്പെട്ടു. ആ വാഴ്ച, ആ അധികാരം നഷ്ടപ്പെട്ടു. അതുവരെ, ആ പാപം ചെയ്യുന്നത് വരെ മനുഷ്യൻ പറയുന്നത് ഈ പറഞ്ഞ സകല ജന്തുക്കളും അനുസരിക്കുമായിരുന്നു. ആകാശത്തിലെ സകല പറവകളും, സമുദ്രത്തിലെ മത്സ്യവും, ഭൂമിയിലെ സകല ഭൂചര ജന്തുവും കേൾക്കുമായിരുന്നു. പക്ഷെ പാപം വന്നപ്പോ ഒറ്റയടിക്ക് ആ അധികാരം, ഇവയൊന്നും മനുഷ്യനെ അനുസരിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായി. ഇന്ന് മനുഷ്യന് ഇവയുടെ മേൽ അധികാരമില്ല. മനുഷ്യൻ വളർത്തുന്ന ചില മൃഗങ്ങളുണ്ട്. ആ വളർത്തു മൃഗങ്ങൾ മനുഷ്യൻ പറഞ്ഞ ഒരു പരിധി വരെ കേൾക്കും. എല്ലാം ഒന്നും അവയെ അനുസരിക്കുന്നതല്ല, അങ്ങനെ അനുസരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. പക്ഷേ ജന്തുലോകം മനുഷ്യനെ അങ്ങനെ പൊതുവെ അനുസരിക്കുന്നില്ല. ലോകത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ഭരണമുണ്ട്. ഭരണം ഉള്ളപ്പോ തന്നെ ഈ ഭരണം വിവിധ മണ്ഡലങ്ങളിലുണ്ട്. താനും പല വകുപ്പുകൾക്ക് അധികാരികളുണ്ട്. മന്ത്രിമാരെന്നോ അല്ലെങ്കിൽ അമേരിക്കയോ സെക്രട്ടറീസ് എന്നോ ഒക്കെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അത് വനത്തിനൊരു പ്രത്യേക വകുപ്പുണ്ട്, വനജീവികൾക്കൊരു വകുപ്പുണ്ട്. ഈ വകുപ്പെല്ലാം ഉണ്ടെങ്കിലും ഈ വകുപ്പ് മേധാവി പറയുന്നതൊന്നും വനത്തിലെ ഒരു ജന്തുക്കളും കേൾക്കുകയില്ല. സർക്കാർ ഇങ്ങനെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് അനുസരിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ വനത്തിൽ ഒരു നിയമം ജന്തുക്കൾക്കില്ല. അവ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. ഒരു ഭരണവും അവയുടെ മേൽ ഇല്ല. എന്നാൽ അങ്ങനെയല്ല ഒറിജിനലി ദൈവം സൃഷ്ടിച്ചത്. അവയുടെ മേൽ മനുഷ്യൻ ആധിപത്യമുള്ളവനായി സൃഷ്ടിച്ചതാണ്. പാപം നിമിത്തം ഇത് കൈവിട്ടുപോയതാണ്. ഇന്ന് മനുഷ്യന് ഒരു പരിമിതമായ അധികാരമുണ്ട്. ലോകത്തിൽ ഭരണമുണ്ട്, നിശ്ചയമായിട്ടും. രാജ്യങ്ങൾക്ക് ഭരണമുണ്ട്. ആ രാജ്യത്ത് വിവിധ തലങ്ങളിലായി, സംസ്ഥാന തലത്തില്, ഓരോ കൗണ്ടി തലത്തില്, ജില്ലാ തലത്തില്, ഗ്രാമങ്ങൾക്ക്, അങ്ങനെ ഓരോ തലത്തിൽ ഭരണമുണ്ട്. പക്ഷെ ഈ ഭരണം പൊതുവെ മനുഷ്യന്റെ മേലാണ് എന്നോർക്കണം. വേറൊന്നിന്റെ മേലും ഭരണമില്ല. മനുഷ്യന്റെ മേൽ ഉള്ള ഭരണമാണ്. അപ്പൊ ഇന്ന് ഭരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മേലുള്ള ഭരണം. അപ്പൊ അങ്ങനെ മനുഷ്യൻ തന്റെ കുടുംബത്തെ ഭരിക്കുന്നു, നേരത്തെ പറഞ്ഞ ഒരു രാജ്യത്തെ ഭരിക്കുന്നു, സംസ്ഥാനത്തെ ഭരിക്കുന്നു, തന്റെ കുടുംബത്തെ ഭരിക്കുന്നു. ഈവൻ ഒരു പക്ഷേ മനുഷ്യൻ സഭയും ഭരിച്ചേക്കും. പക്ഷെ അതെല്ലാം മനുഷ്യരാണ് നോക്കണം. ആ അധികാരവും പലപ്പോഴും കയ്യിൽ നിൽക്കുന്നില്ല. പണ്ട് നിന്നിരുന്ന കാലം ഉണ്ട്, പക്ഷെ അയാളെ കൊന്നും വെച്ച് വേറൊരാൾ ഭരണത്തില്ല. എന്നാൽ ഞാൻ എടുത്തു പറയുന്നു, മനുഷ്യനെ ഭരിക്കാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയത്. മനുഷ്യനെ ഭരിക്കാൻ വേണ്ടിയല്ല ഉണ്ടാക്കിയത്, ഈ ലോകത്തെ ക്രിയേറ്റഡ് വേൾഡ് ഇതിനെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ ഭരണം മനുഷ്യന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പൊ ഇതിനെ ഭരിക്കുന്നത് പിശാചാണെന്ന് വേദപുസ്തകം ലോകത്തെ ഭരിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യമാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും
ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും, ദുഷ്ടന്റെ ഭരണത്തിന്റെ കീഴിൽ കിടക്കുന്നു സർവ്വലോകവും. പിശാചിന്റെ തന്നെ വാക്ക് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പിശാച് നേരിട്ട് പറയുന്ന വാക്കുകളാണ്. ലൂക്കോസ് 4:5 മുതൽ 7 വരെ. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതല്ല നിന്റേതാകും. പിശാച് പറയാണ്, ഈ കാണുന്ന ഈ ലോക രാജ്യങ്ങളും ഇതിന്റെ മഹത്വം എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അതിന്റെ അധികാരി എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്റെ കയ്യിലാണ്, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കും. അപ്പൊ യേശുവിനോട് പറയാണ്, നിനക്കേ വേണേ തരാം. അപ്പൊ വചന തെളിവായി പറയുന്ന ഒരു കാര്യം, ഈ അഖിലാണ്ട് പിശാചിനാൽ ഭരിക്കുന്നു. പിശാചിന് ഇഷ്ടമുള്ളവർക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ നോക്കും, മനുഷ്യന് തന്നെത്താൻ ഭരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നാണ് റോമാലേഖനം 7-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പറയും. ഞാൻ പറഞ്ഞത് മനുഷ്യന് തന്നെ ഭരിക്കാൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ, നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത ഒരു സ്ഥിതി മനുഷ്യന് സംഭവിക്കുന്നു. ആ വേദഭാഗത്ത് പറയുന്നതിന്റെ ചുരുക്കം ഞാൻ പറയാം. ആ ചുരുക്കം ഇതാണ്: നല്ലവനായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹം, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്റെ മനസ്സുകൊണ്ട് എന്റെ ആഗ്രഹം നല്ല ആളായിട്ട് ജീവിക്കണമെന്നാണ്. പക്ഷെ ഞാൻ ജീവിച്ചു വരുമ്പോ പ്രായോഗികമായി എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം എന്റെ അകത്ത് തിന്മയുണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണും. അതെന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു കിടക്കുക. എന്റെ ഓരോ അവയവങ്ങളെയും അത് ബാധിച്ചിരിക്കുകയാണ്. നല്ല കാര്യം കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അരുതാത്ത കാര്യങ്ങളെല്ലാം കാണാൻ എന്റെ കണ്ണിന്റെ മേൽ എനിക്ക് നിയന്ത്രണം കിട്ടുന്നില്ല. നല്ല ചിന്തകൾ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ തലമണ്ടയെ നേരെ നിർത്താൻ, ഈ ബുദ്ധിയെ ചിന്തയെ നേരെ നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. ജീസസ്, ഇന്നത്തെ ലോകത്തിൽ അരുതാത്ത പോകരുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരിടത്തോട്ടൊന്ന് പോവാണ്. അപ്പൊ എനിക്ക് എന്നെ തന്നെ എന്നെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടെന്നും 24-ാമത്തെ വാക്യത്തിൽ വരുമ്പോ അതിനെക്കുറിച്ച് പറയുന്ന, അയ്യോ എന്റെ ഈ അവസ്ഥ അതിപരിതാപകരമാണ്, ദയനീയമാണ്. നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ടെന്നും എന്നെ തന്നെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്ഥിതി എന്നിൽ വന്നിരിക്കുന്നു എന്നും പറയുമ്പോ അവൻ വേറെ ഒരു ശക്തിക്ക് വിധേയപ്പെട്ടു പോവുകയല്ലേ? വേറെ എന്തോ ഒരു ശക്തി, ഒരു ലോകം, ആരോ ഒരാൾ ഈ മനുഷ്യജാതിയെ മുഴുവനും കീഴടക്കി ഭരിക്കുന്ന ഒരു സ്ഥിതി ഭൂമിയിൽ നിലവിലിരിക്കും. വേദപുസ്തകം പിശാചിന് കൊടുത്തിരിക്കുന്ന ചില പ്രയോഗങ്ങൾ, ചില പേരുകൾ. യോഹന്നാന്റെ സുവിശേഷം യേശു തന്നെ പറഞ്ഞ വാക്കുകളാണ്. 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം, 14-ാം അധ്യായത്തിന്റെ 30-ാം വാക്യവും പരിശോധിച്ചു. യോഹന്നാൻ 14:30 ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. യോഹന്നാൻ 14:30. ആമേൻ, സ്തോത്രം. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു. അവൻ എന്നോട് ഒരു കാര്യവുമില്ല.
ലോകത്തിന്റെ പ്രഭു വരുന്നു, പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്, ലോകം ഭരിക്കുന്ന പ്രഭു വരുന്നു എന്ന് അവൻ എന്നോടൊരു കാര്യമുണ്ട്. 12:31 ഇതേ വാക്കാണ്, ഇതേ ഫ്രേസ് ആണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. അപ്പൊ ഈ ലോകത്തിന്റെ പ്രഭു, അപ്പൊ ഈ ലോകം ഭരിക്കുന്ന ആളെന്നാണ് പിശാചിനെ വിളിക്കുന്നത്, യേശു പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ പിശാചിന് ഈ ലോകത്തിൽ സ്വാധീനം ചെലുത്താൻ അധികാരമുണ്ട്, സ്വാധീനം ചെലുത്തും. പിടിച്ചെടുത്ത അധികാരമാണ്, ദൈവം കൊടുത്തല്ല. പക്ഷെ ആ പിടിച്ചെടുത്ത അധികാരം നിമിത്തം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അയാളുടെ സ്വാധീനം, അയാളുടെ ഭരണം അയാൾ ചെലുത്തും. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഈ ലോകത്തിന്റെ എന്ന് പറയുമ്പോൾ കേവലം ഈ ഭൂമി മാത്രമല്ല. എഫേസ്യ 2:2 ഈ പിശാചിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. എഫേസ്യ 2:2 അവയിൽ നിങ്ങൾ മുൻപ് ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. പിശാചിനനുസരിച്ച് നടന്നതിന് പറഞ്ഞിരിക്കുന്ന ചില പ്രയോഗങ്ങളാണ്. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് വന്നു. അപ്പൊ ആകാശത്തിലെ അധികാരം അതിനൊരു അധിപതി. അങ്ങനെ ആകാശമണ്ഡലത്തിൽ ആധിപത്യം നടത്തുന്ന ഒരു സംവിധാനം പിശാചിനുണ്ട്. ഇതിനോടനുബന്ധിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒരു പക്ഷെ നമുക്ക് മനപ്പാടം അറിയാവുന്ന വാക്യമായിരിക്കും. എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ആ ഒടുവിലത്തെ പ്രയോഗം നോക്കൂ, അന്ധകാരത്തിന്റെ ലോക അധിപതികളോട് പറഞ്ഞിട്ട് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. അപ്പൊ ഈ സ്വർലോകത്തിൽ, അതായത് മേലോകത്തിൽ, സ്വർലോകം എന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന ആ സ്ഥലം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, ഈ ആകാശമണ്ഡലം. അപ്പൊ ഈ ആകാശമണ്ഡലത്തിൽ അധികാരം ചെലുത്തി വാഴുന്ന ഒരു ദുഷ്ടാത്മസേനയുണ്ട്. ഈ മണ്ഡലത്തെ അവർ മൂടിയിരിക്കുകയാണ്. ഇതിന് മേൽ ആധിപത്യം ചെലുത്തുന്നു, സ്വാധീനം ചെലുത്തുന്നു. ദാനിയേൽ 10-ാം അധ്യായം അതിന് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഭക്തനായ ദാനിയേലിന്റെ അടുക്കൽ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി വന്ന ദൂതൻ, സ്വർഗദൂതൻ പറയുന്ന പ്രയോഗമാണ്. ദാനിയേൽ 10:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാർ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ചു. നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പൊ നോക്കൂ, ദൈവത്തിന്റെ ദൂതൻ ദൈവദാസനായ ഭക്തനായ ദാനിയേലിന് സന്ദേശവുമായി വന്നപ്പോ, ആ വന്ന വഴിക്ക്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സന്ദേശവും കൊണ്ടുവരുന്ന വഴിക്ക് ഈ ആകാശമണ്ഡലത്തിൽ പാർശ്യരാജ്യത്തിന്റെ പ്രഭു തടഞ്ഞു വന്നു. അക്ഷരാർത്ഥത്തിൽ പാർശ്യരാജ്യത്തിന്റെ ഒരു മനുഷ്യ പ്രഭു സ്വർഗത്തിൽ കയറി തടയാൻ പറ്റില്ല. അന്ന് പാർശ്യ രാജ്യമാണ് ഭരിക്കുന്നത്. ആ രാജ്യത്തിന്റെ മേൽ ആധിപത്യം ചെലുത്തുന്ന ഒരു ദുഷ്ടാത്മസേന ഉണ്ടായിരുന്നുവെന്നും ആ സേന തടഞ്ഞു വന്നു. അപ്പൊ നോക്കൂ, പിശാചിന്റെ ആധിപത്യം ആകാശമണ്ഡലത്തിൽ ചെലുത്തി ദൈവം മനുഷ്യന് സഹായിക്കുന്ന ദൈവസന്ദേശങ്ങൾ പോലും തടയാൻ
എതിർത്ത് നിൽക്കുന്ന ഒരു ശക്തി. അതിന് തടയാനുള്ള അതിന്റെ കാരണമുണ്ട്. കാരണം ഈ താഴെ താമസിക്കുന്ന ജനത്തിന് വേണ്ടിയാണ് ദാനിയേലിന്റെ പ്രാർത്ഥന. ദാനിയേലിന്റെ സ്വന്തം കാര്യമല്ല, തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ വിശുദ്ധ ജീവിതത്തിലല്ല, അവർ തോൽവിയിലാണ്, അവർ പാപത്തിലാണ്. അപ്പൊ ആ ഇരുട്ടിന്റെ ആത്മാക്കൾക്ക് അതിന്റെ മേൽ അവകാശം പറയാനുണ്ട്. അവർ ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കുന്നവരാണ്, അതുകൊണ്ട് അവരെ വിട്ടുതരാൻ പറ്റില്ല എന്ന വാദം അതുമായിട്ടാണ് രംഗത്ത് വന്നത്. എനിവേ, അപ്പൊ നോക്കൂ, ആ ആകാശമണ്ഡലത്തിൽ പോലും അത് അധികാരം ചെലുത്തും, ആധിപത്യം ചെലുത്തും. പഴയ നിയമത്തിൽ മാത്രമല്ല, അതാണ് പറഞ്ഞത്. എഫേസ്യ ലേഖനത്തിൽ വായിച്ച് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളും അന്ധകാരത്തിന്റെ ലോകാധിപതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അങ്ങനെ ഒരു സേനയായി ഭരണം നടത്തുന്നു ഈ പിശാചും അവന്റെ സൈന്യവും. ഇതാണ് എഫേസ്യർ 6:12 വായിച്ച് ഒരിക്കൽ കൂടെ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും എന്ന് പറയുമ്പോ പാർസ്യരാജ്യത്തിന് ഒരു പ്രഭുവിനെ പിശാച് നിർത്തിയതുപോലെ ഒരു ദൂതനെ പിശാച് ആക്കിയതുപോലെ ഓരോ രാജ്യത്തിനും ഓരോ ദേശത്തിനും പിശാചിന്റെ ഭരണ സംവിധാനങ്ങളുണ്ട്, ഭരിക്കുന്ന ദുഷ്ടാത്മ ആധിപത്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യം, ഭരണമേറ്റെടുത്ത് ലോകത്തെ ഭരിക്കാൻ, ഇതിന്റെ സാഹചര്യങ്ങളെ ഭരിക്കാൻ, ഇതിനകത്ത് ശുദ്ധ അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ, ഇതിനകത്ത് ജനത്തിന് വിടുതൽ ഉണ്ടാകാതിരിക്കാൻ, തന്റെ അടിമത്വത്തിലും പാപത്തിന്റെ പിടിയിലും ജനത്തെ മുഴുവൻ അമർത്തിവെച്ച് കൊണ്ടുപോകുന്ന ഒരു ആധിപത്യം ഇന്ന് ലോകത്തിൽ പിശാചിന്റെ പക്കൽ ഉണ്ട് എന്ന് മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാം അധ്യായം ഇവ വിശദീകരിക്കുമ്പോ ഈ പിശാചിനെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം ചിത്രീകരിക്കുന്നത് അതിന് 7 തലയും 10 കൊമ്പും ഉള്ള ഒരു മഹാസർപ്പം എന്നാണ്. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അങ്ങനെയാണ് ഒരു ദർശനം സ്വർഗത്തിൽ കാണുന്നതായി പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. റൈറ്റ്. അപ്പൊ നോക്കൂ, സ്തോത്രം. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. ഈ മഹാസർപ്പം പിശാചാണെന്ന് അതിന്റെ 9-ാം വാക്യം തെളിച്ചു പറയും. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെ. മഹാസർപ്പം പിശാചും സാത്താനും എന്ന പഴയ പാമ്പാണ്. അപ്പൊ അതിനെ കാണുന്നത് 7 തലയും 10 കൊമ്പും ഉള്ളതായിട്ടാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഭാവി കാലത്ത് വരാനുള്ള ഭരണാധികാരിയെ വിശദീകരിക്കുന്നതും ഒരു മൃഗമായിട്ടാണ്, പക്ഷെ ഇതേ വിശദീകരണത്തിലാണ്. 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അവിടെയും 7 തല 10 കൊമ്പ്, ആകെയുള്ള വ്യത്യാസം ഇവിടെ കൊമ്പുകളിൽ 10 രാജമുടി, മറ്റിടത്ത് 7 രാജമുടിയാണ് എന്നേ ഉള്ളൂ. അതിന്റെ 2 അർത്ഥങ്ങൾ വ്യത്യാസങ്ങൾ. അതാണ് ഭരണാധികാരി. എന്നിട്ട് ഇതിന്റെ വ്യാഖ്യാനം കൊടുക്കുന്നത് 17-ാം അധ്യായത്തിലാണ്. 17-ാം അധ്യായത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കും അതിന്റെ 10-ാമത്തെ വാക്യം. 17-10. അവ 7 രാജാക്കന്മാരും ആകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്നിരിക്കേണ്ടതാകുന്നു.
ഒമ്പതാം വാക്യം കൊണ്ട് ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരും ആകും. സി, അപ്പൊ ആ 7 തല എന്ന് പറയുന്നത് 7 രാജാക്കന്മാരാണ്. 7 രാജാക്കന്മാരാണ്, 7 ഭരണങ്ങളെ, സാമ്രാജ്യങ്ങളെ കാണിക്കാനാണ്. അപ്പൊ അത് ഈ മൃഗത്തിൽ കാണുന്നത് മാത്രമല്ല, ഈ മഹാസർപ്പത്തിലും ഇതാണ് കാണുന്നത്. വാസ്തവത്തിന്റെ അദസൽ വ്യാഖ്യാനം എന്നത് ഈ ലോക സാമ്രാജ്യങ്ങളുടെ പിന്നിൽ സ്വാധീനം ചെലുത്തുന്ന, തിന്മയ്ക്ക് സ്വാധീനം ചെലുത്തുന്ന, തെറ്റിലേക്ക് ഈ രാജ്യങ്ങളെ കൊണ്ടുപോകാനുള്ള ആധിപത്യം, ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ഈ പിശാചിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ലോക സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന, ഭരിക്കുന്ന ഒരു സംവിധാനം പിശാചിന്റെ പക്കൽ ഇന്നിരിക്കുകയാണ്. ദൈവം മനുഷ്യന്റെ പക്കൽ ഏൽപ്പിച്ച വിശുദ്ധമായ അധികാരമായിരുന്നു. പാപം നിമിത്തം അത് അവന്റെ പക്കൽ നിന്ന് പോയി പിശാച് പിടിച്ചെടുത്ത് ഇന്ന് വാഴുകയാണ്. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി. അപ്പൊ മനുഷ്യന് ആധിപത്യം നഷ്ടപ്പെട്ടു, ഭരണം നഷ്ടപ്പെട്ടു. എന്നാൽ നമുക്ക് ആത്മാവിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ടാവും. നമ്മുടെ അകത്ത മനുഷ്യൻ വീണ്ടെടുക്കപ്പെടുന്നു. അതല്ലേ പാപമോചനം എന്ന് പറയുന്നത്, അതല്ലേ വീണ്ടും ജനനം എന്ന് പറയുന്നത്, അതാണ് പുതുജനനം എന്ന് പറയുന്നത്. അങ്ങനെ അകത്ത മനുഷ്യൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട് നാം ദൈവ പൈതലായി തീരുമ്പോ ആത്മമണ്ഡലത്തിൽ ഈ അധികാരങ്ങൾ തിരിച്ചു ലഭിക്കുകയാണ്. ആത്മമണ്ഡലത്തിന്റെ മേലുള്ള അധികാരം. ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ലോകത്ത് വാഴുന്ന ഈ പിശാചിന്റെയും പിശാചിന്റെ ദൂതന്മാരുടെയും ഭൂതാത്മാക്കളുടെയും ഇതിന്റെ എല്ലാം പ്രവൃത്തിയും അധികാരവും ലോകത്തിൽ നടക്കുന്നു. നമുക്കെതിരെയും ഇത് വളരെ പ്രവർത്തിക്കുന്നു. എങ്കിലും ഞാൻ എടുത്തു പറയുന്നു, വീണ്ടെടുക്കപ്പെട്ട, ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ആത്മമണ്ഡലത്തിൽ അധികാരത്തിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം, മത്തായി 10:1. മത്തായി 10 അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അവർക്ക് അധികാരം കൊടുത്തു, ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു. എന്തിന്? ഭൂതങ്ങളെ പുറത്താക്കാൻ. ലോകം വാഴുന്ന ഭൂതങ്ങളെ പുറത്താക്കാൻ, വാഴ്ചകളെയും അധികാരങ്ങളെയും പുറത്താക്കാൻ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുവീൻ. വ്യക്തികളെ വാഴുന്ന ഈ ഭൂതങ്ങളെ പുറത്താക്കുവീൻ. ഒരു കുടുംബത്തിൽ ആധിപത്യം ചെലുത്തുന്ന ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം കൊടുത്തു എന്നാണ് പറയുന്നത്. ലൂക്കോസ് 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവൻ 12 അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. സകല ഭൂതങ്ങളുടെ മേൽ എന്തെല്ലാം പേര് പറഞ്ഞു വന്നാലും, ഏതെല്ലാം ആധിപത്യം പറഞ്ഞു വന്നാലും അതിനെ മുഴുവനെയും പുറത്താക്കാൻ അധികാരം. അത് വലിയ അധികാരമാണ്, പുറത്താക്കാനുള്ള അധികാരം. ലൂക്കോസ് 10-ാം അധ്യായം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ.
പാമ്പ് എന്ന് പറയുന്നത് പിശാചിന്റെ തനി പ്രതിനിധാനമാണ്. അപ്പൊ ഈ ഭൂതാത്മാക്കളുടെ തലവനായ പിശാചിന്റെ അതിനെയും ചവിട്ടാൻ തേളുകൾ എന്നത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ ഭൂതാത്മാക്കളെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാദൃശ്യമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തലവനായ പിശാചിനെയും തൻ്റെ കൂടെയുള്ള സകല ഭൂതാത്മാക്കളെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവ ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. മനുഷ്യന്റെ മേൽ വാഴുന്ന, മനുഷ്യനെ കീഴടക്കാൻ വരുന്ന, കേടാക്കാൻ വരുന്ന, രോഗിയാക്കാൻ വരുന്ന, നശിപ്പിക്കാൻ വരുന്ന, കവർച്ച ചെയ്യാൻ വരുന്ന, ആത്മജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കാൻ വരുന്ന, മതില് കെട്ടാൻ വരുന്ന, കോട്ട കെട്ടി നിന്നെ കടത്തിവിടില്ല എന്ന് പറയുന്ന, വെല്ലുവിളിക്കുന്ന സകലത്തിന്റെ മേലും അതിനെ നിലത്തിട്ട് ചവിട്ടി ആധിപത്യമെടുക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് ദൈവം തന്റെ ജനത്തെ ഉയർത്തിയിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവൻ ഈ ആത്മ അധികാര മണ്ഡലത്തിൽ ജീവിക്കണം. പിശാചിനെ ഭയന്ന് ജീവിക്കേണ്ടവനല്ല, പിശാചിന്റെ ദണ്ഡനം ഏറ്റുവാങ്ങേണ്ടവനല്ല, പിശാച് കൊണ്ടുവന്ന തടസ്സം കണ്ടുകൊണ്ട് ഭയന്ന് നിൽക്കേണ്ടതല്ല. ആത്മബലം അകത്ത് കയറി ഇതിനെ മുഴുവനും പാഞ്ഞു ചെന്ന് ഇടിച്ച് നിലത്ത് തള്ളിയിട്ട് ആധിപത്യം എടുക്കാനാണ് ദൈവം ജനത്തെ വീണ്ടും ജനനത്തിലൂടെ പുതുക്കി കൊണ്ടുവന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. പിശാചിന്റെ വലിപ്പം പറയാനല്ല, അതുണ്ടാക്കുന്ന എതിർപ്പുകളുടെ വലിപ്പം പറയാനല്ല. ഓരോരോ മണ്ഡലങ്ങൾ, അത് കുടുംബത്തിലാകട്ടെ, വ്യക്തികളിലൂടാകട്ടെ, ദുർഭൂത ശക്തികളിലൂടെയാകട്ടെ, ബാധിക്കാൻ വരുന്ന ഓരോ ബാധകളിലൂടാകട്ടെ, അതിന് വിധേയപ്പെട്ടു കൊടുക്കാതെ അതിനെ ചവിട്ടി മെതിച്ച് ജീവിക്കാനുള്ള ആത്മമണ്ഡലത്തിലേക്ക്, ആത്മ അധികാരത്തിലേക്ക് ഈ വീണ്ടെടുക്കപ്പെട്ടതിനെ ദൈവം ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ പിശാചിന്റെ ഏത് പ്രവൃത്തിയെയും അഴിച്ചു കളവാൻ എല്ലാം, രോഗമെങ്കിൽ രോഗം, തടസ്സമെങ്കിൽ തടസ്സം, ശത്രുതയെങ്കിൽ ശത്രുത, ഏത് മണ്ഡലം ആകട്ടെ അതിനെ അഴിക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ അധികാരം. എന്ന് മാത്രമല്ല, ചില ഭക്തർ, ചില മനുഷ്യർ ഭൗമ മണ്ഡലത്തിന്റെ മേൽ പോലും വലിയ അധികാരമെടുത്തു. യോശുവയുടെ 10-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ തനിക്ക് അന്ന് നിവർത്തിക്കേണ്ടിയിരുന്ന ഒരു പ്രവൃത്തി, ഒരു യുദ്ധം ചെയ്ത് തീർക്കണമായിരുന്നു. അന്ന് സന്ധ്യയ്ക്ക് മുമ്പ് തീർക്കണം. അതിനുവേണ്ടി അസ്തമിക്കാൻ പോകുന്ന സൂര്യനോട് അവിടെ നിൽക്കൂ എന്ന് കൽപ്പന കൊടുത്തു. സൂര്യനോട് അവിടെ നിൽക്കൂ എന്ന് കൽപ്പന കൊടുത്തു എന്നും, സൂര്യൻ യോശുവയുടെ വാക്കനുസരിച്ചു എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തൊരു ഭയങ്കര അധികാരമാണെന്ന് നോക്കൂ. സൂര്യനെ പിടിച്ചു നിർത്തിയ അധികാരം. ജീസസ്, ജീസസ്. പ്രവാചകനായ ഏലിയ ദേശത്തിലെ പാപനിമിത്തം, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഞാൻ പറഞ്ഞിട്ടല്ല, തന്റെ സ്വയം പറയാനല്ല, പക്ഷെ ദൈവത്തിങ്കൽ തനിക്ക് കിട്ടിയ നിയോഗം, തനിക്ക് കിട്ടിയ അധികാരം വെച്ച് താൻ പറയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്തിന് മഞ്ഞോ മഴയോ ഉണ്ടാവുകയില്ല. 18-ാം അധ്യായം 41-ാം വാക്യം.
3.5 വർഷം കഴിഞ്ഞ് ആഹാബ് രാജാവിനോട് ഏലിയാവ് പറയുകയാണ്, ആഹാവേ, ദേ മഴ പെയ്യാൻ പോകും. വലിയ മഴയുടെ മുഴക്കം കേൾക്കും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യം. യാക്കോബ് 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ആമേൻ. നോക്കൂ, ഏലിയാവ് പ്രവാചകൻ, ദൈവഭക്തൻ, ജനം മുഴുവൻ പാപം ചെയ്ത് ജീവിച്ച കാലത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ തന്റെ ഇടം കാണിച്ചവൻ. രാജാവ് എതിരായിരുന്ന കാലത്ത്, രാജ്ഞി എതിരായിരുന്ന കാലത്ത്, ഇവനെ കൊല്ലാൻ നാട് മുഴുവൻ തിരക്കി നടന്ന കാലത്തും ആത്മീയ അധികാരം പ്രകൃതിയുടെ മേൽ എടുത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാന്തമാക്കി. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങി കടലിൽ ചാടിപ്പോകാം എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ഈ കാട്ടത്തിയോട് ഇവിടെ നിന്ന് പിഴുത് കടലിൽ നിന്ന് വീഴട്ടെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. മത്തായി 21-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും അത് സംഭവിക്കും. അപ്പൊ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് ആത്മീയ അധികാരം, പിശാചിന്റെ മേൽ അധികാരം, ഞാൻ പറഞ്ഞ ആത്മമണ്ഡലത്തിലുള്ള അധികാരം, മൃഗങ്ങളോട് കൽപ്പിക്കാനോ മത്സ്യങ്ങളോട് കൽപ്പിക്കാനുള്ള അധികാരത്തെ കുറിച്ചല്ല. പക്ഷേ ഇന്ന് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആത്മീയ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, നമുക്കെതിരും തടസ്സം ഉണ്ടാക്കുന്ന പിശാചിന്റെ പ്രവൃത്തികൾ, ഇത് നോക്കി നിസ്സഹായരായി നിലവിളിച്ച് നിൽക്കുവാനല്ല, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറച്ച് നമ്മിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന അധികാരപ്രകാരം പിശാചിന്റെ പ്രവൃത്തികളെ നിർത്തലാക്കി ഏത് തടസ്സങ്ങളെയും അതിജീവിച്ച് ജീവിക്കുവാനുള്ള ആത്മമണ്ഡല അധികാരം ഈ വീണ്ടെടുപ്പിലൂടെ പുനഃസ്ഥാപിച്ചു കിട്ടിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടാവുള്ളൂ. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് സംഭവിക്കില്ല. എപ്പോഴും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് സംഭവിക്കില്ല. പള്ളിയിൽ പോകുന്നു എന്ന് പറയുന്നത് കൊണ്ട് സംഭവിക്കില്ല. ആത്മമണ്ഡലം അറിഞ്ഞ് വിശ്വാസത്തോടെ ദൈവം നൽകിയിരിക്കുന്ന ആത്മാധികാരത്തിൽ ദൈവത്തിന്റെ ജനം ഇന്ന് നിലകൊള്ളേണ്ടതാണ്. ആകയാൽ വീണ്ടെടുപ്പിനോടുകൂടി, ആത്മാവിന്റെ വീണ്ടെടുപ്പിനോടുകൂടി ആത്മാധികാരത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ജനം അറിയേണ്ടതും വിശ്വസിക്കേണ്ടതും ആ മണ്ഡലത്തിൽ ജീവിക്കേണ്ടതുമാണ്. തോൽവിയുടെ മണ്ഡലം ഒഴിവാക്കി, നിശ്ചലമായി നിൽക്കുന്ന മണ്ഡലങ്ങൾ ഒഴിവാക്കി, മുന്നോട്ട് കുതിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങൾ നിർത്തലാക്കി ആത്മാധികാരത്താൽ മുന്നോട്ട് പോകണം. ഇനി ഒരു നാൾ ഈ ആത്മമണ്ഡലം മാത്രമല്ല, ഭൗമമണ്ഡലത്തിന്റെ മേലും നാം വാഴും ഒരു ദിവസം. ആ ആധിപത്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. അത് അടുത്ത ഭാഗം വിശദീകരിക്കാം. അപ്പൊ നമ്മെ ഇപ്പോ വീണ്ടെടുപ്പിലൂടെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഒന്നുകൂടെ പറയുന്ന ആത്മ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവദാസിദാസന്മാരെ, നമ്മുടെ വീണ്ടെടുപ്പിൽ
അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, അതിലെ മഹത്വം, അതിലെ അധികാരം, അതിലെ ശക്തി തിരിച്ചറിഞ്ഞ് നമുക്ക് ആ മണ്ഡലത്തിൽ ജീവിക്കാനായിട്ട് ഒരുങ്ങാം. എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ വലിപ്പം അറിയണം. ഒന്നുകൂടെ പറയുന്ന, കേവലം നമ്മുടെ പാപം ക്ഷമിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്നു എന്നും മാത്രമല്ല, ഈ ഭൂമിയിൽ എന്നെ വാഴാൻ സൃഷ്ടിച്ചതാണ്. പാപനിമിത്ത മണ്ഡലമെല്ലാം മനുഷ്യന് കൈവിട്ടു പോയെങ്കിലും ആ ഭൗമമണ്ഡലത്തിന്റെ അധികാരം ഇതുവരെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വിശ്വാസത്താൽ ചില സമയങ്ങളിൽ അത്യപൂർവമായിട്ടാണെങ്കിൽ പോലും ആ മണ്ഡലത്തിന്റെ മേലും അധികാരമെടുക്കാനും, അല്ല സ്ഥിരമായി ആത്മമണ്ഡലത്തിൽ അധികാരത്തോടെ ജീവിക്കുവാൻ എന്ന് പറഞ്ഞാൽ പാപത്തിന് കീഴ്പ്പെടാതെ, പിശാചിന് കീഴ്പ്പെടാതെ, പിശാച് എന്തോന്നെല്ലാം ചരക്ക് കൊണ്ടുവന്നാലും, എന്തെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്താലും ഒന്നിലും കീഴ്പ്പെടാതെ അതിനെ മുഴുവൻ ജയിച്ചു. ഹല്ലേലൂയ. വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ, ശക്തിയിൽ, മഹത്വത്തിൽ നമുക്ക് ജീവിക്കാം. അതിനായി തീരുമാനിക്കാം, അത് പ്രഖ്യാപിക്കാം, അതിനകത്ത് നിലനിൽക്കാം. കൃപ നമ്മുടെ എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.